ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാരൻറ്റിങ് എന്നതാണ്. ഞാൻ നസീമ ഷാഫി, ലൈഫ് കോച്ച്. ഇന്ന് നമ്മൾ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പാരൻറ്റിങ് ഹുഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദിനം പ്രതി പല രീതികളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന വാർത്തകൾ, പത്രമാധ്യമങ്ങളായിക്കൊള്ളട്ടെ, TV, റേഡിയോ, സോഷ്യൽ മീഡിയ, ഇവയിൽ നിന്നെല്ലാം നമ്മൾ അറിയുന്ന വാർത്തകൾ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ വളരെയധികം അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് നമുക്ക് മുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പല രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. പല കുട്ടികളും പല കാര്യങ്ങളിലും അടിമപ്പെട്ട് റിലേഷൻഷിപ്പ്, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ പോലുള്ള പല കാര്യങ്ങളിലും പെട്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നമുക്ക് ഒരു വേവലാതി, ഒരു സങ്കടം നമ്മെ ഇങ്ങനെ പലപ്പോഴും പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ പല വേവലാതികളും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളത്? നമ്മുടെ മക്കളെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാരൻസ് പറയുന്ന കാര്യങ്ങൾ മക്കളെ കേൾക്കാതിരിക്കുന്നത്? ഇതേക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു പാരൻറ്റിങ് ഹുഡ് എന്ന് പറയുന്നത്, നമ്മളൊരു പാരൻസ് ആവുന്നത്, പലരും വിചാരിക്കും കുട്ടികൾ ഒരു 2 വയസ്സായി 3 വയസ്സാവുന്ന സമയത്താണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന്. തികച്ചും ഒരു തെറ്റായ കാര്യമാണ് അത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരാൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ ഒരു പാരൻ്റ് ആവുന്നത്, ആ ദമ്പതികൾ, ഒരു വ്യക്തി എപ്പോഴാണ് ഒരു പാരൻ്റ് ആവുന്നത്? ഒരു ഭാര്യയും ഭർത്താവും പാരൻസ് ആവുന്നത് എപ്പോഴാണ്? അതായത് അവരൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം മുതൽ അവർ പാരൻസായി മാറുകയാണ് ചെയ്യുന്നത്. കുട്ടി യൂട്രസിൽ കൺസീവായ ആ ഒരു സമയം മുതൽ തന്നെ അവർ പാരൻസായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം മുതൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ അമ്മ കേൾക്കുന്ന കാര്യങ്ങൾ, ആ അമ്മയുടെ മാനസികാവസ്ഥ, ആ അമ്മയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ചുറ്റുപാടിൽ നിന്നും ആ അമ്മയ്ക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ആ അമ്മ കാണുന്ന കാര്യങ്ങൾ, ആ അമ്മ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പാരൻറ്റിങ് ഹുഡ് എന്നുള്ള രീതിയിൽ, പാരൻസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ കുട്ടി യൂട്രസിനകത്ത് രൂപപ്പെടുന്നത് മുതൽ തന്നെ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ രീതിയിലുള്ള തെറ്റുകളിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരമ്മ ഗർഭിണിയാണെന്നറിയുമ്പോൾ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ടുള്ള, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള, ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ നന്നായിട്ട് അവരെ കെയർ ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും ആ ഒരു ഗർഭിണി സന്തോഷത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെയുള്ളവർ ശ്രദ്ധിക്കുക. അതേപോലെ ആ ഗർഭിണിക്ക് നല്ല പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ഈ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സീരിയൽസ്, അതുപോലെ ഈ അടിപിടി സിനിമകളെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു നമുക്കറിയാലോ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ആണായിട്ടുള്ള ആൾ, ഇപ്പോൾ ഭർത്താവാണെങ്കിൽ ആ ഒരു ഭാര്യയെ എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നാളെ പിറക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്, അവർ നല്ല രീതിയിൽ വളരണം, സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ എൻ്റെ മക്കൾ വളരണം എന്ന ചിന്തയുള്ള രക്ഷിതാക്കളാണെങ്കിൽ
ആ ഒരു സമയത്ത് കൺസീവ് ആയ സമയം മുതൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി കുട്ടിയിൽ ഓരോ ഹാബിറ്റ്സും ക്രിയേറ്റായി വരുന്നത് ചെറുപ്പം മുതലേ നമ്മൾ കുട്ടിയെ ശീലിപ്പിക്കുന്ന രീതിയിലാണ് കുട്ടി വലുതാവുമ്പോഴും പിന്തുടർന്ന് പോകുന്നത്. അപ്പോൾ നല്ല നല്ല ശീലങ്ങൾ കുഞ്ഞിന് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ മാതൃകയാവേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്ത് കാണിച്ച് കൊടുത്തിട്ട് അതവർ പ്രാവർത്തികമാക്കുക. നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. അത് നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ, നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ അനുകരിക്കും. അത് ഷുവറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടി മുടി ചീകുന്നത് ആ കുട്ടിയുടെ അമ്മ ചീകുന്ന അതേ സ്റ്റൈലിലായിരിക്കും. തട്ടമിടുന്നത് ആ കുട്ടിയുടെ അമ്മ ഇടുന്ന അതേ സ്റ്റൈലിലായിരിക്കും. ഇപ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കുന്നത്, അച്ഛൻ എങ്ങനെയാണ് മുടി ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും. അത് ആണായിക്കൊള്ളട്ടെ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, അച്ഛനെയും അമ്മയെയുമാണ് ആ കുട്ടി മാതൃകയാക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ തന്നെ കൊടുക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം ഒരു 8 മാസമായ ഒരു കുട്ടിക്ക് നമ്മളൊരു പ്ലേറ്റിൽ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൂടെ ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടി നമ്മൾ കഴിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി സ്വാഭാവികമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതുപോലെ പല കാര്യങ്ങളും നമ്മളെ ഇപ്പം ടോയ്ലറ്റിൽ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ് മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാ കാലത്തും പറയുന്ന കാര്യമാണ് മുതിർന്നവരെയും അതുപോലെ അധ്യാപകരെയും ഒക്കെ ബഹുമാനിക്കണം എന്നുള്ളത്. നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കളും പഠിക്കുന്നത്. അപ്പോൾ ആദ്യം മാറേണ്ടത് നമ്മളാവണം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ്, അപ്പോൾ നമ്മൾ അവിടെ ഫോണിൽ തോണ്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടിയും അത് തന്നെയാണ് കാണുന്നത്. നാളെ കുട്ടിക്ക് 15-16 വയസ്സാവുമ്പോൾ കുട്ടി ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ആ കുട്ടിയെ ശകാരിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല, നമ്മൾ മാതൃകയാക്കണം. അപ്പോൾ ഈ ശീലങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ഒരിക്കലും വഴി തെറ്റിപ്പോവില്ല. പിന്നെ പല പേരൻസും ഉണ്ട്, സ്നേഹം മനസ്സിൽ സൂക്ഷിക്കും, എന്നിട്ടോ പറയലെന്താണ്, എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, എൻ്റെ മകനോട് മകളോട് എനിക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കുട്ടികളെ വാരി എടുക്കേണ്ടി വരും, അവരെ ഉമ്മകൾ കൊണ്ട് പൊതിയേണ്ടി വരും, അവരെ തലോടേണ്ടി വരും, അവർ നല്ലത് ചെയ്യുമ്പോൾ അവരുടെ തോളിൽ തട്ടി അഭിനന്ദിക്കേണ്ടി വരും. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മടി കാണിക്കുന്നത്? ഈ രീതിയിൽ അവർക്ക് സ്നേഹവും പരിഗണനയും ലാളനയും നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു നിന്ന് ലഭിക്കുന്ന പല സ്നേഹങ്ങൾ കുട്ടികൾ അടിമപ്പെടില്ല. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെ ഇപ്പം നിങ്ങളൊരു ചെടിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. സൂര്യപ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? ആ സൂര്യപ്രകാശത്തിൻ്റെ നേരെയായിരിക്കും ഈ ചെടി വളരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മൾ അവരെ സ്നേഹിച്ച് അവരെ ശാസിച്ച് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തുക. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ലഹരിക്കോ ഒരു വേറെ റിലേഷൻഷിപ്പിനോ നമ്മളെ മക്കൾ ഒരിക്കലും അടിമപ്പെടില്ല. നമ്മുടെ മക്കളെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം സ്കൂളുകളിലൊക്കെ നമ്മുടെ മക്കളെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നടന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ അതിലേറെ പേടിയാണ്. കാരണം ഇപ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പല കാര്യങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നമ്മുടെ മക്കളെ ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ വളർത്തുക. അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഞാനൊരു പേരൻ്റാണ്, എന്നിൽ നിന്ന് എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഓരോ പേരൻസും ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പല പ്രോബ്ലംസും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മുടെ കയ്യിലാണ് മക്കൾ ആദ്യം വരുന്നത്. നമ്മുടെ കയ്യിലൊരു 5 വയസ്സ് വരെ ഇങ്ങനെ വളർന്നിട്ടാണ് അവർ സ്കൂളിലോട്ട് പോകുന്നത്. സ്കൂളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുന്നു, സമൂഹത്തിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുന്നു. ആ ഒരു ബേസിക് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തണം. ഇപ്പം നമ്മുടെ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെയാണ് റോൾ മോഡലാക്കാൻ ഇഷ്ടം, ആരെപ്പോലെ ആവാനാണ് ഇഷ്ടം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മറ്റുള്ളവരുടെ പേരായിരിക്കും പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള ആളുകളുടെ, അവരെ സ്വാധീനിച്ച മറ്റുള്ള പല വ്യക്തികളുടെ പേരായിരിക്കും പറയുന്നത്. പക്ഷേ അത് നമുക്കൊന്ന് മാറ്റണ്ടേ? നമ്മുടെ ഓരോ മക്കളും അവരുടെ അച്ഛനെയും അമ്മയെയാണ് മാതൃകയാക്കുന്നത് എന്നറിയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കൾ പറയാണ്, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ ആയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പോലെ ആയാൽ മതി. ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും, അതായത് എൻ്റെ പാരൻസിനെയാണ് ഞാൻ റോൾ മോഡലാക്കുന്നത് എന്ന് നമ്മൾ ഓരോ പാരൻസും കേൾക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര സന്തോഷമായിരിക്കും നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് റോൾ മോഡലായി നമ്മൾ കാണിച്ചു കൊടുക്കുക. എല്ലാ അർത്ഥത്തിലും അവർക്ക് റോൾ മോഡലായി നമുക്ക് മാറാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാ പാരൻസിനും ഇതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, സീ യു സൂൺ. ബൈ.